ഈ കടത്തിന്റെ ആധിക്യത്തിൽ കേരളമാകെ തകർന്ന് തരിപ്പണമാകുന്നതെന്ന് മനപ്പായസം ഉണ്ടിരുന്ന കേരളത്തിലെ വഞ്ചക വലതുപക്ഷമുണ്ടല്ലോ, RSS മുതൽ ജമാഅത്തെ ഇസ്ലാമി വരെ, കോൺഗ്രസ് മുതൽ ലീഗ് വരെ, ഈ സംഘടിത സംഘം ആകെ കേരളത്തിൽ ചില മാധ്യമങ്ങളുടെ കൂടെ സഹായത്തോടു കൂടെ ഈ സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നം ഇപ്പൊ എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങ് ചോദിച്ചില്ലേ, നമ്മുടെ ഈ ട്രഷറിയിൽ എലി പറ്റി കിടക്കുകയാണോ, തപ്പി നോക്കിയാൽ എലിയല്ലേ കിട്ടുന്നതെന്ന്. തപ്പി നോക്കിയാൽ എലിയെ കിട്ടുന്ന അപകടപൂർണമായ കടക്കണിയുള്ള 13 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേര് അങ്ങയുടെ ഗവൺമെന്റ് ഏജൻസിയായ, അങ്ങയുടെ രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്ന നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ ഏജൻസിയായ CNDG പറഞ്ഞിട്ടുണ്ട്. ബഹുമാനിയായ BJP നേതാവ് ആ 13 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുമോ? നമ്മൾ കടത്തെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? ഒന്നുമില്ലെങ്കിലും ഈ ചർച്ചയിൽ കടത്തിന്റെ മാനകമായി സ്വീകരിക്കേണ്ടത് ഡെപ്റ്റ് ടു GSDP റേഷ്യോ ആണെന്നുള്ള കാര്യത്തിൽ G. ഗോപകുമാർ സാർ അഭിപ്രായ വ്യത്യാസം പറയാൻ സാധ്യതയില്ലല്ലോ. ആ ഡെപ്റ്റ് ടു GSDP റേഷ്യോ പരിശോധിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ കടം എത്രയാണ്? 51%. ഈ RSSും കോൺഗ്രസും കൂടെ ഭരിച്ചു മുടിച്ചിട്ടുള്ള വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. നാഗാലാൻഡ് എത്രയാണ്? 47.8%. അരുണാചൽ പ്രദേശ് എത്രയാണ്? 45%. പഞ്ചാബ് എത്രയാണ്? 44%. ഹിമാചൽ പ്രദേശ് എത്രയാണ്? 40%. മിസോറാം എത്രയാണ്? 38%. സിക്കിം എത്രയാണ്? 38%. വെസ്റ്റ് ബംഗാൾ എത്രയാണ്? 38%. മേഘാലയയും ബീഹാറും രാജസ്ഥാനും ത്രിപുരയും ആന്ധ്രയും അടക്കമുള്ള ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിൽ BJP നേതാവ് ശ്രദ്ധിക്കണം, കടം കൊണ്ട് മുടിഞ്ഞു എന്ന് CNDG പറഞ്ഞ 13 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല.